മഹാകവി ഉള്ളൂരിൻ്റെ കീശ സന്ദേശം എന്ന കവിതയിൽ ഏതാനും വരികളാണ് ഞാനിവിടെ ചൊല്ലുന്നത്. അതിഥിയായി എത്തിയ കവിയുടെ വാക്കുകളിലൂടെ നിരുപാധികമായ പരസ്പര സ്നേഹത്തിൻ്റെയും പരോപകാരത്തിൻ്റെയും സന്ദേശമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്. ധരിച്ചുവോ നീ നിന്നതിഥിയാരെന്നു? ധരിച്ചില്ലെങ്കിൽ ഞാൻ ധരിപ്പിക്കാമിപ്പോൾ. കരുതുക വത്സ കവിയാമെന്നെ, നിൻ പുരുഷവർഗത്തിൻ പിതൃഭൂതനെന്നായി. വിശേഷബുദ്ധിയും വിചാരശക്തിയും വിചിത്ര സിദ്ധികൾ പലതു വേറെയും അജനരുളി പോൽ കനിഞ്ഞു മാനുഷൻ അവനെ തൻ പ്രതികൃതിയിൽ തീർത്തുപോ. ഫലമെന്തുണ്ടായി പയോജയോനി തൻ പല മനോരഥമെവിടെ ചെന്നെത്തി. പുകക്കപ്പലിന്നു കടലെറുമ്പുചാൽ സയൻസിനാൽ മർത്യൻ സമഗ്രവീര്യവാൻ. സകലവും ഭദ്രം നരന്നു ചുറ്റുപാടകക്കാമ്പൊന്നു താൻ അഭദ്രമത്യന്തം. ഏതിങ്കൽ വേണമോ വികാസം, ഏതുമില്ലതിങ്കലായതിൻ കണിക പോലുമേ. അവനി നമ്മൾക്കു പൊതുവിൽ പെറ്റമ്മ, അവൾ തൻ സേവതാൻ നമുക്കു സത്കർമ്മം. ഇതര ജീവികൾ കിടക്കട്ടെ, മർത്യഹൃദയങ്ങളാദ്യമിണങ്ങട്ടെ തമ്മിൽ. ഒരമ്മ തൻ മക്കൾ ഉലച്ച വാളുമായി പൊരുതും പോർക്കളം അവൾ തൻ മാറിടം. ഇതോ ധരിത്രിതൻ പുരോഗതി, നിങ്ങൾക്കിതോ ജനിത്രിതൻ വരിവസ്യാവിധി. ഒരു യുഗത്തിങ്കലൊരിക്കലോ മറ്റോ തിരുവവതാരം ജഗദീശൻ ചെയ്വൂ. അതിനു മുമ്പിലും അതിനു പിമ്പിലും ക്ഷിതിക്കുമർത്യർ തൻ ഭരം സുദുസ്സഹം. നിലകൊള്ളൂ മർത്യ സമുദായ ഹർമ്മ്യം, ശിലകളൊക്കെയും ഇളകി വെവ്വേറെ മറിഞ്ഞു വീഴാറായി മനോജ്ഞമീ സൗധം. തെറിച്ചു പോകാറായി ശിലകൾ ദൂരവേ. മറിഞ്ഞു വീഴാറായി മനോജ്ഞമീ സൗധം, തെറിച്ചു പോകാറായി ശിലകൾ ദൂരവേ. ഉടയവനെയോർത്തിനിയെന്നാകിലും വിടവടയ്ക്കുവിൻ, വിരോധം തീർക്കുവിൻ. പരസ്പര പ്രേമ സുധാനുലേപത്താൽ പരമിപ്രാസാദം പ്രകാശമേന്തട്ടെ. പരോപകാരമാ ഭവപഞ്ചാക്ഷരി പരിചയിക്കുവിൻ പ്രവൃത്തിരൂപത്തിൽ. പരോപകാരമാം ഭവപഞ്ചാക്ഷരി പരിചയിക്കുവിൻ പ്രവൃത്തിരൂപത്തിൽ.